الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما നമ്മെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന ഗഫൂറുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കാൻ കഠിന പ്രയത്നം നടത്തണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഫുകൾ വിടവുള്ള സ്ഥലത്തൊന്ന് മുന്നോട്ട് കയറിയിരിക്കുക. ഒരാൾ പോലും പിന്നിന്ന് നടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ പരമാവധി ആളുകൾ നേരിട്ട് തന്നെ ഖുത്ബ കേൾക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വന്ന് സഫുകൾ പൂർണ്ണമാക്കുക. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 എത്തിച്ചേരാൻ റബ്ബ് നമുക്ക് ദീർഘായുസ് നൽകിയ കാരണത്താൽ നമുക്ക് സാധിച്ചു. എന്താണ് ഈ ദിനരാത്രങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കുകയും ലക്ഷ്യം സാധിച്ചിട്ടുണ്ടോ, നോമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫലപ്പെട്ടോ എന്ന സ്വയം പരിശോധനയ്ക്ക് നാം ഓരോരുത്തരും തയ്യാറാകണം. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? മഹാനായ ശുഐബ് അലൈഹിസ്സലാം ധിക്കാരത്തിൽ മുന്നോട്ട് പോയ തൻ്റെ അനുയായികളോട്, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ശേഷമാണ് ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വരവ്. അവിടുന്ന് ആ ജനങ്ങളോട് പറഞ്ഞു. അത് നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലൂടെ 11-ാം അധ്യായത്തിലെ 90-ാമത്തെ ആയത്തിലൂടെ നാമും ഓതുന്നു. ഈ ആയത്ത് നമുക്ക് ഓതിത്തന്നത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമും വദൂദ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുവീൻ. സുമ്മ തൂബൂ ഇലൈഹി, പിന്നീട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ. അപ്പോൾ അള്ളാഹുവോട് നമ്മുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് ചെറുതും വലുതുമായ പാപങ്ങൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടിൽ ഏറ്റവും പ്രധാനം അവനോട് കൈനീട്ടുക എന്നതാണ്. അവനോട് തുറന്ന് പറയുക എന്നതാണ്. പൊറുത്തു തരണേ എന്ന് ഹൃദയത്തിൽ തട്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്.
ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഏതൊരു വിശ്വാസിക്കും കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന, നിരാശയെ മാറ്റിക്കളയുന്ന ഭാഗമാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇന്ന റബ്ബീ, തീർച്ചയായും എൻ്റെ റബ്ബെന്ന് പറഞ്ഞാൽ റഹീം, അവൻ കരുണാനിധിയാണ്. തീർന്നില്ല, വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവനാണ്. നിങ്ങൾ ഈ അക്രമത്തിലും അതേപോലെ തന്നെ തോന്നിവാസങ്ങളിലും മുന്നോട്ട് നീങ്ങുമ്പോൾ എനിക്കൊരു രക്ഷയുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോ ഭാര്യമാരോ നിങ്ങളുടെ മക്കളോ ഒന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിശേഷണമാണ് അൽ വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവൻ. ഈ വിശേഷണം പഠിച്ചാൽ ആത്മഹത്യയെക്കുറിച്ചൊരു വിശ്വാസി ചിന്തിക്കുകയില്ല. എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന ആത്മഹത്യയുടെ സന്താനത്തിൻ്റെ വാക്കുപോലും വരികയേ ഇല്ല. അതുകൊണ്ട് എത്ര വലിയ മോശപ്പെട്ട വ്യക്തിയാണ് ഞാനും നിങ്ങളുമെങ്കിലും, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വീഡിയോ കാണിച്ചാൽ ആളുകൾ ഓടിപ്പോകുമാറ് ഒരു തോന്നിവാസിയാണ് നമ്മളെങ്കിലും, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകേണ്ടതില്ല എന്ന് സൂറത്ത് സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുകൊണ്ട് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ തേടുക. പാപമോചനം റബ്ബെനിക്ക് തരും, എൻ്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കും. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിച്ചോട്ടെ എന്ന അർത്ഥത്തിലല്ല. ദുആ സ്വീകരിക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ് ഉറച്ച വിശ്വാസം. റബ്ബെ, നീ വലിയവനാണ്, നീ എന്നെ സൃഷ്ടിച്ചവനാണ്, നീ എന്നെ സ്നേഹിക്കുന്നവൻ, നീ എന്നെ അറിയുന്നവനാണ്, തെറ്റ് പറ്റിപ്പോയി റബ്ബേ എന്ന് തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതിനൊരു സമയം ഒന്നൊഴിഞ്ഞിരുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. കാരണം പാപങ്ങളുമായി ഒരിക്കലും മരണപ്പെടുക ഒരു സത്യവിശ്വാസിക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. അതുകൊണ്ടാണ് വഅമിത്നി മഅൽ ഈമാനി വത്തൗബ, അല്ലാഹുവേ ഈമാനോടുകൂടി തൗബയോടുകൂടി നീ എന്നെ മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്യാൻ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. കാരണം അങ്ങനെ മരണപ്പെട്ടാൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ആ പ്രവേശനം ഒരിക്കലും നമുക്ക് താങ്ങാൻ സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ 25-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗം സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയെക്കുറിച്ച്, ഇബാദുർ റഹ്മാൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. ഇതൊരു പ്രാർത്ഥന നമ്മളൊക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. വല്ലദീന യഖൂലൂൻ, അവർ പറയും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ ഒഴിവാക്കി തരണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ, അതിലെ ശിക്ഷ എന്ന് പറയുന്നത് വിട്ടൊഴിയാത്തതാണ്. നമ്മളിൽ നിന്നും ഒരു ശിക്ഷ കഴിഞ്ഞത് മാറിപ്പോകുന്നില്ല, അതങ്ങനെ തന്നെ തുടരുന്നു. നമുക്കൊരു ചെവി വേദന വന്നു, നമുക്കൊരു പല്ലുവേദന വന്നു, നമ്മുടെ എല്ലു പൊട്ടി, സഹിക്കാൻ കഴിയാത്ത വേദന. പക്ഷേ അതിന് ചികിത്സയിലേക്ക് എത്തുമ്പോൾ ആ ചെവി വേദന അങ്ങനെ തന്നെ നിന്നാൽ, ആ എല്ലു പൊട്ടിയ വേദന അങ്ങനെ തന്നെ നിന്നാൽ നമുക്ക് ആലോചിക്കാൻ സാധ്യമല്ല. അത് ദുനിയാവിലെ അനുഭവം. നരകത്തിലെ ശിക്ഷ ദുനിയാവുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും ചൂടുള്ള തീയിൻ്റെ 69 ഇരട്ടി എന്ന്, മറ്റൊരു ഹദീസിൽ 70 ഇരട്ടി എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളുടെ ആവശ്യം എന്താണ് സഹോദരങ്ങളെ? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്നും ഞങ്ങളൊന്ന് ഒഴിവാക്കി തരണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലാഹു നമുക്ക് സാധിപ്പിച്ച് നൽകുമാറാകട്ടെ. ഇന്ന അദാബഹാ കാന ഗറാമ, അതിലെ ശിക്ഷ വിട്ടൊഴിയാത്തതാകുന്നു. അതുകൊണ്ട് നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുക, നരകത്തിൽ നിന്നും രക്ഷപ്പെടലാണ്. ആ നരകരക്ഷക്കുള്ള യോഗ്യത നമ്മൾ നേടിയോ എന്ന് നമ്മൾ നിരന്തരമായി പരിശോധിക്കണം. ഈ ആയത്തിന് ശേഷം
ഈ നരകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയത്തിന് ശേഷം സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകരക്ഷയ്ക്ക് വേണ്ടി തേടുന്നവരുടെ സ്വഭാവങ്ങൾ തൊട്ടടുത്ത ആയത്തുകളിൽ പറയുന്നു. ലം യുസ്രിഫു വലം യഖ്തുറു. അവർ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അവർ അമിതവ്യയം കാണിക്കുകയില്ല, അവർ പിശുക്ക് കാണിക്കുകയുമില്ല. ബൈനദാലിക്, അതിൻ്റെ ഇടക്കുള്ളൊരു നിലപാടായിരിക്കണം. ഈ നിലപാടിലേക്ക് നരകത്തെ സ്പർശിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി എത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അമിതവ്യയം, ധൂർത്ത്, ജീവിതത്തിൻ്റെ ഒരു കാര്യത്തിലും, ഡ്രസ്സിലാകട്ടെ, വാഹനത്തിലാകട്ടെ, വിവാഹത്തിലാകട്ടെ, ഒരു സ്ഥലത്തും അമിതവ്യയം. അതെന്താണ്? ഇസ്തഫ്തി ഖൽബിക്. സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ പറയും അത് വേറൊരാക്കത് അത്ര നിശ്ചയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ധൂർത്ത്, മറ്റുള്ളവരെ കാണിക്കൽ എന്ന ആ അടിസ്ഥാനത്ത് നിന്ന് വരുന്ന ധൂർത്ത്, അമിതവ്യയം നരകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ ഉണ്ടാവുകയില്ല. മറ്റൊന്ന് പിശുക്ക്, സകാത്ത് വരെ കൊടുക്കാതെ പിശുക്കി വെക്കുക. ആർക്ക് വേണ്ടിയാണ് സഹോദരി സ്വർണത്തിൻ്റെ സകാത്ത് കൊടുക്കാതെ, കച്ചവടത്തിൻ്റെ സമ്പത്തിൻ്റെ സകാത്ത് കൊടുക്കുക? ആർക്ക് വേണ്ടിയായി ഈ കരുതി വെക്കുന്നത്? നീ മരണപ്പെട്ടാൽ നീ സകാത്ത് കൊടുക്കാത്ത സമ്പത്താണ് അനന്തരാവകാശികൾ ഓഹരി വെച്ചെടുക്കുമ്പോൾ നീ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുകയാണ്. ഇവരിവിടുന്ന് അത് ഉപയോഗിക്കുകയും ചെയ്യും. ഇത്രയും വലിയ വിഡ്ഢിത്തം എന്താണുള്ളത്? അതുകൊണ്ട് ഒരു വിഷയത്തിലും പിശുക്ക് കാണിക്കാൻ പാടില്ല, അമിതവ്യയം കാണിക്കുവാനും പാടില്ല. മറ്റൊന്ന്, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നരകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. നോക്കൂ, സത്യവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ തന്നെ ഇബാദുർ റഹ്മാനെ കുറിച്ച് അവർ അതിൻ്റെ ഇടക്ക് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൂല. എൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? വിശ്വാസികളായ ആളുകളിൽ അവരുടെ കലിമത്തു തൗഹീദ് തന്നെ തകർന്നു പോകുന്ന, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് വരാം എന്നല്ലേ? അതുകൊണ്ട് ഇന്നലെ ലൈലത്തുൽ ഖദ്ർ സംഭവിക്കാൻ സാധ്യതയുള്ള സുപ്രധാനമായൊരു രാത്രിയായിരുന്നു. ഇനിയുമുണ്ട് 29-ാം രാവ്. മാത്രമല്ല ചില ഹദീസുകളിൽ അവസാനത്തെ 10 എന്ന് മാത്രം വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇരട്ടയിട്ട രാവുകളിലും ആകാം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്നാൽ ഒറ്റയിട്ട രാവ് എന്ന് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ 27-ാം രാവിന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും, അഥവാ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴി, അതാണ് യഥാർത്ഥ ഇസ്ലാം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ലോകത്ത് റസൂലുള്ളയെക്കുറിച്ച്, സ്വഹാബാക്കളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എവിടെ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല. റസൂലുള്ള മദീന പള്ളിയിലായിരുന്നു. എന്നാൽ ഇന്നലെ ഇരിട്ടി ഭാഗത്ത് യാത്ര ചെയ്തൊരു സഹോദരൻ പറയുന്നു, ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ, പാലോട്ട് പള്ളി എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വമ്പിച്ച ജനക്കൂട്ടം. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരല്ല അവർ, മറിച്ച് മരിച്ചു മൺമറഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെയുണ്ട്. ആ മനുഷ്യൻ്റെ ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്, പച്ച വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പോയി തേങ്ങി കരയുന്നു. ആരോടാണ് ഈ തേങ്ങിക്കരയുന്നത്? സഹോദരങ്ങളെ, നമുക്ക് നരകം നിർബന്ധമായി പോകുന്ന കാര്യമാണ്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട രാത്രിയാണ് ഇന്നലെ. വെള്ളിയാഴ്ച വന്നാൽ അക്സിറു അലയ്യ, നിങ്ങൾ എനിക്ക് വേണ്ടി കൂടുതൽ ദുആ ചെയ്യണം. ആർക്ക് വേണ്ടി? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കൂടുതൽ ദുആ ചെയ്യുക എന്നതാണ് വെള്ളിയാഴ്ചത്തെ പ്രത്യേക സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ റസൂലുള്ളാഹിക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്ന് അവിടുത്തെ അഹ്ലുകാർക്കും അനുഗ്രഹം ചൊരിയണേ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട മണിക്കൂറുകളിൽ ഈത്തിക്കാഫ് മുടക്കി പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാറത്തിൽ പോയി ഖബറിൻ്റെ അടുത്ത് പോയി തേങ്ങിക്കരയുന്നു. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. നരകരക്ഷ ആഗ്രഹമുണ്ടോ? അല്ലാഹു അല്ലാത്തവരോട് അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന കേട്ടാൽ നമുക്ക് അതെന്തിനാണ് നമ്മൾ ദ്വാരക്കുന്നത്? എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാ ചെയ്തെന്നറിയോ? വജ്നുബിനി
വബനിയ അൻ അബ്ദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ. ഇങ്ങനെ ഒരു വയലിൽ ദ്വാരം നമ്മളെന്താ പറയുക? ഒരു പണ്ഡിതൻ ദ്വാരക്കാണ്, പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. അപ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ദ്വാരക്ക്? ഇവിടെ ആരെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നുണ്ടോന്ന്? എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖിയാമത്ത് നാൾ വരെ ഖുർആനിലുണ്ട്. ഖുർആനിലെ പ്രാർത്ഥനകൾ എന്ന ഏത് പുസ്തകം എടുത്താലും ഇത് കാണാൻ പറ്റും. എന്തിനാണത്? നമുക്ക് ദുആ ചെയ്യാൻ. സഹോദര, കെട്ടിയുണ്ടാക്കി ഉയർത്തിയുണ്ടാക്കിയ ഒരു രൂപത്തിൻ്റെ മുമ്പിൽ പോകൽ മാത്രമല്ല വിഗ്രഹാരാധന. കുല്ല ശൈഇൻ തഅ്തമിദു അലൈഹി വത്തസിഖു ബിഹി മിൻ ദൂനില്ലാഹ് ഫഹുവ സനമുക്. അതാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഏതൊന്നിനെ നീ അവലംബിക്കുന്നുവോ, ഏതൊന്നിനെ നീ ആശ്രയിക്കുന്നുവോ, അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. എനിക്ക് ആ കബറിൽ മരിച്ചു കിടക്കുന്ന ഷെയ്ഖ് എനിക്ക് പൊറുത്തു തരും, അല്ലെങ്കിൽ ഷെയ്ഖ് പടച്ചോനോട് പറഞ്ഞു പൊറുത്തു തരും എന്ന് പറയുന്നതോടുകൂടി ആ സ്ഥലം തത്വത്തിൽ വിഗ്രഹ സമാനമായി മാറി. അതുകൊണ്ടാണ് കബർ സിയാറത്ത് ഉണ്ട് ഉണ്ട് ഉണ്ട്. കബറിൻ്റെ അടുത്ത് പോകണം പോകണം പോകണം. കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മിക്കാനും. എന്നാൽ റസൂലുള്ള പള്ളിയിലിരുന്ന ദിവസം പുറത്തിറങ്ങി ഗ്രൗണ്ടിലേക്ക് പോകാൻ വേറെ ചില ആൾക്കാർ ഗ്രൗണ്ടിൽ പോയിട്ട് നബിനോട് ദ്വാരക്കുകയാണ്. കൈ ഉയർത്തിയിട്ട് റസൂലുള്ളയോട് ദുആ ചെയ്യുന്നു. ആര് പഠിപ്പിച്ചു ഇത്? ആര് പഠിപ്പിച്ചു 27-ാം രാവിന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ? അതുകൊണ്ട് സഹോദരങ്ങളെ, വേദനാജനകമാണ്, ഭീകരമാണ് രംഗം. നമുക്ക് പല ഭീകരരംഗവും ലഹരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. അതിനേക്കാൾ ഭീകരമാണ് ഒരു വ്യക്തിയുടെ ഈമാൻ പടച്ചു പോയാൽ. അതുകൊണ്ട് നരകരക്ഷ ആഗ്രഹിക്കുന്നുണ്ടോ? റബ്ബല്ലാത്തവരിലേക്ക് കൈ നീട്ടരുത്. ഖബറിലേക്കല്ല, റബ്ബിലേക്കാണ് കൈ നീട്ടേണ്ടത്. നമ്മുടെ ഉറ്റവരും ഉടയവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഈ അബദ്ധം പറ്റിപ്പോകുന്നത്. തീർന്നില്ല, വീണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. പവിത്രമായ ജീവനെ ന്യായമായ കാരണത്താൽ അല്ലാതെ വധിച്ചു കളഞ്ഞവർ. കൊലപാതകം, നമ്മൾ വിചാരിക്കും നമ്മളാരെങ്കിലും കൊലപാതകം നടത്തുമെന്ന്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിം സമൂഹത്തിൽ ഭ്രൂണഹത്യ വ്യാപകമായി വരുന്നു. ഗർഭാശയത്തിൽ വെച്ച് കാച്ചിക്കളയുക. അങ്ങനെ കൊലപാതകികളായ ഉമ്മമാരും ഉപ്പമാരും ഭാര്യമാരും ഭർത്താക്കന്മാരും വളർന്നു വരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് തൗബ ചെയ്യേണ്ട വിഷയമാണ്. ഒരു കാരണവശാലും ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക നമ്മളല്ല. നഹ്നു നർസുഖുഹും വഇയ്യാക്കും, നിങ്ങൾക്കും അവർക്കും നാമാണ് റിസ്ക് നൽകുന്നത്. കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ വെച്ച് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ നിയന്ത്രണങ്ങളൊക്കെ അവസാനിപ്പിക്കണം, സന്താന നിയന്ത്രണമൊക്കെ അവസാനിപ്പിക്കണം. സ്കൂളിൽ കുട്ടികളില്ല. അതാണ് മാൽത്തൂസിയൻ തിയറി. പ്രകൃതിക്കെതിരാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വായ മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കൈകളും ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് വിഭവങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. നമ്മൾ കൃത്രിമമായി നിയന്ത്രിക്കേണ്ട വിഷയമല്ല അത് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, കുട്ടികളെ കൊന്നുകളയുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ആലോചിച്ച് ചിന്തിച്ച് ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുത്ത്, എന്നാൽ ന്യായമായ കാരണങ്ങളിൽ വന്നേക്കാം, അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ഭ്രൂണഹത്യയെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും ഖുർആൻ പറയുന്നു അവരുടെ പ്രത്യേകത, വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. നമ്മളൊക്കെ എന്തിനാ ഡ്രസ്സ് ധരിച്ചത്? നമ്മളെന്തിനാ ഡ്രസ്സ് ധരിച്ചത്? നാം ഈ ധരിച്ച ഡ്രസ്സ് ഒരന്യ സ്ത്രീക്ക് വേണ്ടി, ഒരന്യ പുരുഷന് വേണ്ടി ആ ഡ്രസ്സ് അഴിക്കുകയോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു പാപമാണത്! ആ രംഗം അങ്ങനെ തന്നെ പരലോകത്ത് വരും. വവജദൂ മാ അമിലൂ ഹാദിറാ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാദിറാക്കും, അങ്ങനെ തന്നെ ഹാജരാക്കും. വ്യഭിചരിച്ച രംഗം നമ്മുടെ കുടുംബം, നാട്ടുകാർ, ജനങ്ങൾ മൊത്തം അള്ളാഹു കാണിക്കും, ഒരു കൂട്ടർക്കൊഴികെ. ഇല്ലാമൻ താബ, തൗബ ചെയ്തവർക്ക് അവനോട് പടച്ചോൻ പറയുക, ഇത് നീ ചെയ്തതാ, നീ പശ്ചാത്തപിച്ചു. അവനെ കാണിച്ചു കൊടുക്കും, വേറെ ആരെയും കാണിക്കൂല. വഅമില സ്വാലിഹൻ, എന്നിട്ട് അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിച്ചു. ജീവിതത്തിൽ ഒരു മഹാ അബദ്ധം പറ്റിപ്പോയി, സ്വർഗരതി പറ്റിപ്പോയി, വ്യഭിചാരം പറ്റിപ്പോയി, പിന്നെ ഒന്നും നിൽക്കൂല.
പടച്ചവനോട് പശ്ചാത്തപിച്ച് നിൽക്കില്ല. പിന്നെ ഓൻ അതിന് പ്രതികാരമായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നു, പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് നന്മയുടെ മാർഗത്തിൽ ആ വ്യക്തി മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരുടെ എൻ്റെ ചോദ്യം, ജീവിതത്തിൽ വ്യഭിചാരം പറ്റിപ്പോയിട്ടുണ്ടോ എങ്കിൽ റബ്ബിനോട് പശ്ചാത്തപിക്കണം, ഇനി ആവർത്തിക്കില്ലെന്ന് തുറന്നു പറയണം. എന്നിട്ട് വ്യഭിചാരത്തിനെതിരെയുള്ള നിലപാടുമായി മരണം വരെ പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്കിൽ റബ്ബ് നമുക്കത് പുറത്തു തരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. അതേപോലെ തന്നെ 16-ാം അധ്യായത്തിൽ 58-ാമത്തെ ആയത്തിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമീപനം, ജാഹിലിയ കാലഘട്ടത്തിൽ വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം. ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? പെൺകുട്ടികളുടെ ജനനം സന്തോഷമുണ്ടാക്കും സത്യവിശ്വാസികൾക്ക്. വൈദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയപ്പെട്ടാൽ അവരുടെ മുഖാകെ കരിവാളിച്ചു പോകും, ദേഷ്യമായിരിക്കും. മുസ്വദ്ദൻ വഹുവ കലീം. ഈ സ്വഭാവം നമ്മളിലുണ്ടോ? ഇത് റസൂൽ തുടച്ചു മാറ്റിയ സ്വഭാവമാണ്. പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അത് ജാഹിലിയത്തിൻ്റെ അടയാളമാണ്, അത് തൗബ ചെയ്യേണ്ട അടയാളമാണ്. പെൺമക്കളോട് വിവേചനമുണ്ടോ? അത് ജാഹിലിയത്തിൻ്റെ അടയാളമാണ്, തൗബ ചെയ്യേണ്ട വിഷയമാണ്. കാരണം റബ്ബനാ ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിൻ, റബ്ബേ ഞങ്ങൾ മറച്ചു വെക്കുന്നത് നീ അറിയുന്നു. നമ്മൾ ആരെയായി പറ്റിക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയും, പരസ്യമാക്കുന്നതും അവൻ അറിയും. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ തിന്മകളെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക എന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ദൗത്യം ഈ ഷഹ്റുൻ മുബാറക്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ആ കാര്യം നിർവഹിച്ച് അല്ലാഹുവോട് തൗബ നേടുന്നവരിൽ നമ്മൾ ഉൾപ്പെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരീ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പ് 27 എത്തുന്നതോടുകൂടി ഇബ്ലീസ് വരും. അവൻ പറയും, കഴിഞ്ഞു, നോമ്പ് കഴിഞ്ഞു. നോമ്പ് കഴിഞ്ഞിട്ടില്ല. വളരെ സുപ്രധാനമായ റസൂലുള്ളാഹി തിരുനാവ് കൊണ്ട് അശ്റുൽ അവാഹിർ എന്ന് പറഞ്ഞത് ഇനിയും ദിവസങ്ങളുണ്ട്, മണിക്കൂറുകളല്ല, ദിവസങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ജുമയും കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇറങ്ങാനായിട്ടില്ല സഹോദരി. കാരണം 2 തരത്തിലുള്ള ആളുകളാണ് പലപ്പോഴും നോമ്പുമായി ബന്ധപ്പെട്ട് അവസാന സമയത്തുണ്ടാവുക. കുറേയൊക്കെ ഖുർആൻ ഓതി തീർത്തു, 1-2 പ്രാവശ്യം ഓതി തീർത്തു, അങ്ങനെ അല്പം ഒരു സമാധാനമുള്ള കുറച്ച് ആൾക്കാർ. വേറെ കുറച്ച് ആൾക്കാർ ഇനിയിപ്പം നടക്കില്ല, ഏതായാലും ഈ വർഷം ഇങ്ങനെ പോയി, അങ്ങനെ അവർ നിരാശയിലാണ്. ഇതൊന്നും എവിടെ എത്തിയില്ലല്ലോ എന്ന നിരാശ. എന്നാൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വ ഇന്ന അഹദുക്കും ലയഅമലു ബിഅമലി അഹ്ലിന്നാർ ഹത്താ യകൂന ബൈനഹു വ ബൈനഹാ ഇല്ലാ ദിറാഉൻ. ഒരു വ്യക്തി ലിയഅമലു അമലിൽ അഹ്ലിന്നാർ, നരകത്തിൻ്റെ മാർഗത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി. പടച്ചോൻ പറഞ്ഞൊന്നും ശ്രദ്ധിക്കാതെ, റസൂലുള്ള പഠിപ്പിച്ച് ശ്രദ്ധിക്കാതെ നരകമാർഗത്തിൽ എത്തിയിട്ട് ഒരു ചാണേ ആ വ്യക്തിക്ക് നരകത്തിൽ എത്താനുള്ളൂ, ഒരു ചാൺ. എന്നിട്ട് പറയുന്നു അവൻ്റെ കിതാബൊക്കെ റെഡിയായി, നരകത്തിലേക്കുള്ള കുറ്റപത്രമൊക്കെ റെഡിയായി. ഫയുഖ്തമു ലഹു ബി അമലി അഹ്ലിൽ ജന്ന. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ്, ഇത് ശരിയാവില്ലല്ലോ. അവൻ ചെയ്തു സ്വർഗമാർഗത്തിൽ അങ്ങോട്ട്, അവൻ്റെ അവസാനം ശക്തമായിട്ട് സ്വർഗമാർഗത്തിൽ പ്രവർത്തിച്ചു. ഫയദ്ഖുലുഹാ, ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിച്ചു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിൻ്റെ തൊട്ട് മുമ്പ് കാണാം, ഒരു വ്യക്തി സ്വർഗമാർഗത്തിൽ
ശക്തമായി അധ്വാനിച്ചു. അവസാന സമയത്തിയപ്പം അവനതൊക്കെ മൈൻഡ് ചെയ്യാതെ നരകമാർഗത്തിൽ പ്രവർത്തിച്ചു, അവൻ നരകത്തിൽ പ്രവേശിച്ചു. ഇതും ഇതേ ഹദീസിലുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, 28ാമത്തെ നോമ്പല്ലേ നാളെ രാത്രി 29ാം രാവല്ലേ, വിശിഷ്ടമായ രാത്രിയല്ലേ. ഒരുപക്ഷെ നമുക്ക് 30 നോമ്പ് കിട്ടാം, 29 നോമ്പ് കിട്ടാം, മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്? എനിക്ക് കുറച്ചൊക്കെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ജുമ കഴിഞ്ഞ് ഖുർആൻ കയ്യിലെടുക്കൂ, വീട്ടിലേക്ക് പോയി ഭാര്യയോട് പറയൂ, മണിക്കൂറുകൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള അവസ്ഥയിൽ ഒരിക്കലും നിരാശ ആവശ്യമില്ല. തൗബക്കുള്ള ധാരാളം മണിക്കൂർ. നീ വേണ്ട 2 ദിവസം ലീവ് എടുത്തോ, നാളെ മറ്റന്നാളും ലീവ്. എന്തിന്? സ്വർഗം വാങ്ങിയെടുക്കാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, പള്ളിയിലിരിക്കാൻ, ഖബർ നന്നാക്കാൻ, പരലോകത്തെ വിചാരണ എളുപ്പമാക്കാൻ. നമ്മുടെ കാര്യത്തിൽ ഒരാളും സഹായിക്കാൻ വരില്ല. നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രം, നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ മാത്രം, വിചാരണ സന്ദർഭത്തിൽ ഉമ്മയും ഉപ്പയും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. അള്ളാഹു എളുപ്പമുള്ള വിചാരണ നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, ലിഅന്നൽ അഅമാല ബിൽ ഖവാതീം, പ്രവർത്തനങ്ങളുടെ അന്ത്യമനുസരിച്ചാണ് തീരുമാനം. നന്നായി ജീവിച്ചു, അവസാനം മുനാഫിക്കായി പോയി, അവസാനം ദീനോടൊന്നും താല്പര്യമില്ല, കഴിഞ്ഞു, അതായിരിക്കും അവൻ്റെ അന്ത്യം. അപ്പോൾ ഖവാതീം എങ്ങനെ, നമ്മുടെ മരണ സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ, റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു, ലിഅന്നൽ അഅമാല ബിൽ ഖവാതീം, അവസാനത്തെ അവസ്ഥക്കനുസരിച്ചായിരിക്കും പരിഗണന. അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു അവസ്ഥയിൽ മരണപ്പെടാൻ ഒരു വ്യക്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ റസൂൽ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാനിങ്ങനെ അള്ളാൻ്റെ റസൂലിനെ തേടി പോവാണോ എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് അതെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേക ഹാവും ഭാവും പച്ച ഷാളും തൊട്ട് നിൽക്കുകയല്ല, അവരോടൊപ്പം അനുയായികളോടൊപ്പം റസൂലുള്ളാഹി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആളെ മനസ്സിലാവാത്തത്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു. എന്താ വിഷയം? എനിക്ക് ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു തരണം. ഞാനിങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് കേട്ടിട്ട് അതൊന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകനെ തന്നെ കാണണമെന്ന് വിചാരിച്ചാണ്. റസൂലുള്ളാഹി അല്പസമയം പറഞ്ഞു കൊടുത്തു. ഈമാൻ എന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലയാണ്, മുഹമ്മദ് റസൂലുള്ളയാണ്, പിന്നെ ഇനി 5 നേരം നിസ്കരിച്ചോളണം, നിനക്ക് സമ്പത്തുണ്ടായ സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, ജീവിതത്തിൽ ഒരിക്കലും ഹജ്ജ് ചെയ്യണം. ഓ നബി അത്രയാണ്. അദ്ദേഹം പറഞ്ഞു, നബി അത് ഞാൻ ഏറ്റു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ റബ്ബല്ലാത്ത ഒരാളെ ഇനി ആരാധിക്കൂല, നിങ്ങൾ അതാൻ്റെ പ്രവാചകനാണ്, ഞാൻ നോമ്പ് നോൽക്കും, നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അപകടം പറ്റി. ഒട്ടകത്തിൻ്റെ മുട്ടിൻ്റെ ആ കൃത്യസമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലായിപ്പോയി. ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മാറി നിന്നു, തിരിച്ചു വന്ന് പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിലാണ്. അദ്ദേഹത്തെ 2 മലക്കുകൾ പഴങ്ങൾ ഭക്ഷിക്കുന്നത് ഞാൻ കണ്ടു. കാരണം നല്ല വിശപ്പിൻ്റെ അവസ്ഥയിലായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. റസൂലിനെ അന്വേഷിച്ച് വന്നപ്പോൾ വേണ്ടത്ര ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം മലക്കുകൾ സ്വർഗത്തിലെ വിശിഷ്ടമായ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട്, സഹോദരങ്ങളെ, അയാൾ എന്താ അമല ചെയ്തത്? അയാളെ ഖവാതീം നന്നായി. നമ്മുടെ എല്ലാവരുടെയും അവസാനം റബ്ബ് നന്നാക്കി തരുമാറാകട്ടെ. പ്രാർത്ഥിക്കേണ്ടുന്ന, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് റബ്ബിനോട് നേടിയെടുക്കേണ്ടുന്ന വലിയൊരു ഗുണമാണ് അവസാനം നന്നായി തീരുക എന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെക്കുറിച്ചാണ്. പെരുന്നാളായിട്ടില്ല. 27 കഴിഞ്ഞാൽ പെരുന്നാളല്ല. 27 കഴിഞ്ഞാൽ 28ാമത്തെ നോമ്പാണ്, 29ാമത്തെ നോമ്പാണ്. അത് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രദ്ധിച്ചാലും നോമ്പിൽ കുറേ അബദ്ധമൊക്കെ പറ്റിപ്പോവും. നോമ്പ് നോറ്റായിപ്പോയല്ലോ, ഞാൻ പറഞ്ഞത് നോമ്പ് നോറ്റായിപ്പോയല്ലോ, എൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പോയത്. ഇത് മനുഷ്യന് സംഭവിക്കാം. നോക്കൂ, റബ്ബിൻ്റെ മഹത്തായ അതിനും പരിഹാരം തന്നു. നോമ്പ് നോറ്റ എനിക്കും നിങ്ങൾക്കും ഒരു അബദ്ധം പറ്റിയാൽ, നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ വല്ല അബദ്ധവും പറ്റിയാൽ, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ, ഫിത്ർ സകാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നു. ത്വഹറത്തൻ ലിസ്വായിം, നോമ്പുകാരൻ്റെ വിശുദ്ധിക്ക് വേണ്ടി. മിനൽ ലഗ്വി വറഫസി, അവൻ്റെ അനാവശ്യങ്ങൾ പറ്റിപ്പോയി, അവൻ്റെ ചീത്ത പ്രവർത്തനങ്ങളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശുദ്ധീകരണം.
ആ ശുദ്ധീകരണത്തിന് വേണ്ടി സക്കാത്ത്. അപ്പോൾ എന്തിനാ നമ്മളിങ്ങനെ ഒരാൾക്ക് 120 റുപ്യ എന്നൊക്കെ പറഞ്ഞ് എന്തിനായി കൊടുക്കുന്നത്? അത് കൊടുക്കുക തന്നെ, അത് പോരാ, നിയ്യത്ത് വേണം. പടച്ചോനെ, എൻ്റെ നോമ്പിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ പരിഹരിക്കാൻ നിൻ്റെ പ്രവാചകനിലൂടെ നീ അറിയിച്ച ഫിത്ർ സക്കാത്ത് റബ്ബേ സ്വീകരിക്കണേ എന്ന ആ ദ്വയോടുകൂടി നിയ്യത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. വത്തുഅമത്തുൽ മസാക്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണവും. പാവപ്പെട്ടവർക്ക് ഭക്ഷണമല്ല ആദ്യം പറഞ്ഞത്, നോമ്പിൻ്റെ പൂർണ്ണമായ സ്വീകരിക്കാനുള്ള അവസ്ഥയാണ്. എത്രയാണ് അതിൻ്റെ അളവ്? ഹദീസുകളിൽ വിശദമായി കാണാം. 2 കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ 4 പ്രാവശ്യം എടുക്കുക. അപ്പോൾ 4 മുദ്ദ് എന്ന് പറയും. നമ്മുടെ നാട്ടിലെ കണക്ക് കൂട്ടിയാൽ 2ൻ്റെയും 2.5ൻ്റെയും ഇടക്കുള്ള 1 കിലോഗ്രാം വരും. പണ്ഡിതന്മാർ അങ്ങനെയാണ് കണക്കാക്കിയത്. ഇത്തിരി കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, കുറഞ്ഞു പോകേണ്ട അത് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് പോലെയല്ല. അവനവൻ്റെ അന്നത്തെ ദിവസത്തിന് ഭക്ഷണം തികയുന്ന എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതാണ് ഫിത്ർ സക്കാത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ശേഖരിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും, ഇന്ന് പ്രസവിച്ച കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ കീഴിലാണ് ഒരു അടിമ അല്ലെങ്കിൽ ഒരു വേലക്കാരി ഉള്ളത് എങ്കിൽ ആ വേലക്കാരിക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ട് വൈകിപ്പിക്കാതെ, നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ 2 ദിവസം മുമ്പ് വരെ അത് കൊടുക്കാമെന്ന് വിശദാംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ആ കാര്യം അവസാന സമയത്തേക്ക് മാറ്റിവെക്കാതെ നേരത്തെ തന്നെ ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ബോധപൂർവം പരിശ്രമിക്കണം. മറ്റൊന്ന്, പെരുന്നാൾ ഒരു പെരുന്നാളാകണം, സന്തോഷമാകണം. പെരുന്നാളിൻ്റെ പ്രത്യേകത എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് മഹാൻ, നീയാണ് മഹാൻ, നീയാണ് മഹാൻ, ഞാനാരുമല്ല, ഇവിടെയുള്ളതൊന്നും ഒന്നുമല്ല, നീയാണ് മഹാൻ. ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവേ, നിനക്ക് നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല. വലില്ലാഹിൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും. അതല്ലേ പെരുന്നാൾ? ആ ദിക്റിനോട് ഏറ്റുമുട്ടുന്നതൊന്നും പെരുന്നാളിന് ചെയ്യരുത്. പെരുന്നാളിന് നാറാണത്ത് ഭ്രാന്തൻ്റെ പണിയെടുക്കരുത് എന്നർത്ഥം. അന്ന് ലോഹറില്ല, അസറില്ല, അന്ന് ഇയാൾ പള്ളിയിൽ പോയി ഇരുന്ന മനുഷ്യൻ തന്നെ ആണോ എന്ന് തോന്നുന്ന രൂപത്തിൽ മദ്യപിക്കുന്നവർ വരെ മദ്യം തിരിച്ചെടുക്കുകയോ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്താണ് എന്ത് ധൈര്യ സഹോദരങ്ങളെ ഇത്! അതുകൊണ്ട് പെരുന്നാളാകണം, നല്ല ആസൂത്രണം വേണം. ഏത് കൂട്ടുകാരുണ്ടെങ്കിലും എൻ്റെ നോമ്പിനെ ഫസാദാക്കുന്ന ഒരു പെരുന്നാളിന് ഞാനില്ല, എൻ്റെ കുടുംബമില്ല എന്ന് നമ്മൾ ഉറച്ച് തീരുമാനിക്കണം. അന്ന് ഇസ്ലാം വെച്ച് 2 റക്അത്ത് നിസ്കാരം അധികം വെച്ചു, 2 റക്അത്ത് നിസ്കാരം അധികം വെച്ചു, ഒരു ഉപദേശം എക്സ്ട്രാ കൊടുത്തു പെരുന്നാളിനെന്ന്. പിന്നെ എങ്ങനെയാണ് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോവുക? എന്നാലും അത് ആഘോഷിക്കേണ്ട ദിവസമാണ്. വീട്ടിൽ തന്നെ ഉറങ്ങി മൊബൈൽ നോക്കി കുത്തിരിക്കല്ല വേണ്ടത്. വാഹനം എടുത്തിറങ്ങുക, രോഗികളെ കാണാൻ പോവുക, കുടുംബക്കാരെ കാണുക, എല്ലാവരും ഒരു സ്ഥലത്ത് പോവുക, ഒന്ന് കടപ്പുറത്ത് പോവുക. എന്താണോ അനുവദിക്കപ്പെട്ട ഏത് സന്തോഷത്തിൽ നമുക്ക് ഇടപെടാം. അത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. പെരുന്നാൾ ദിവസം കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടാൻ റസൂലിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, പാടില്ല, അത് വീടായി പോവും. അപ്പോൾ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, പെരുന്നാളല്ലേ, കുട്ടികൾ പാടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതി അറിഞ്ഞ പ്രവാചകനാണ്, ഇസ്ലാമിൻ്റെ പ്രവാചകനാണ്. ഇസ്ലാമിൽ ഒന്നും ടൂറ് ഇസ്ലാമിൽ വിരുദ്ധ അല്ല, ഹറാമല്ല. ഇസ്ലാമിൽ ടൂറുണ്ട്, നിസ്കാരമുള്ള ടൂറ്, കള്ളു കുടിക്കാത്ത ടൂറ്, MDMA ഉപയോഗിക്കാത്ത ടൂറ്, അത് ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലെല്ലാം ഉണ്ട്. ഭാര്യമാർക്ക് വേണ്ടി റസൂലുള്ളാഹി ഒരു യാത്ര നിശ്ചയിച്ചു, ഓരോരുത്തർക്കും ഒട്ടകം നിശ്ചയിച്ചു, ടൂർ പോകാൻ, പ്രകൃതി ആസ്വദിക്കാൻ സ്വന്തം ഭാര്യമാർക്ക് അവസരം കൊടുത്തവനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനെ പഠിക്കണം സഹോദരി. ഇസ്ലാമിൽ ഇതൊന്നുമില്ല, ആര് പറഞ്ഞില്ല എന്ന്? എല്ലാമുണ്ട്, പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് പെരുന്നാൾ ഒരിക്കലും, അതേപോലെ തന്നെ മറ്റൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. എന്താണ് പ്രതിജ്ഞ? ആ ഹദീസ് പറഞ്ഞാൽ അത് ക്ലിയർ ആകും. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാൽ ഇലല്ലാഹി തആല അദ്വമുഹാ വ ഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യുന്നതാണ്. വൈൻ കല്ല, അത് കുറച്ചാണെങ്കിലും. മാസം കണ്ടു, നാളെ പെരുന്നാളാണ്, അതൊരു തറാവീനെ പിടിച്ചിട്ട് കൈ മുറുക്കി കൊടുത്ത് ഇൻഷാ അല്ലാഹ് 2026 കാണാൻ പറ്റൂല. തറാവീഹ് പിറ്റേ ദിവസമുണ്ട്, പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഉണ്ട് ആ 11 റക്അത്ത്. അപ്പോൾ നമ്മളൊരു 3, 5, 7 സ്ഥിരമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നിസ്കരിക്കുന്നു. അതിൻ്റെ സമയം കാണും. നമ്മൾ അലാറം എന്തിനാണ് ഓഫാക്കുന്നത്? പകൽ മുഴുവൻ പട്ടിയിടുന്ന നമ്മളല്ലേ പിന്നെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റത്?
ഏതായാലും സ്ഥിരം നോമ്പില്ലല്ലോ, അലാറം അവിടെ നിന്നോട്ടെ. നമ്മളൊരു തീരുമാനം എടുക്കുന്നു, ഇൻഷാ അല്ലാഹ് ഞാനും എൻ്റെ കുടുംബവും സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ വലിയ ബർക്കത്താണ് സഹോദരന്മാരെ, സഹോദരിമാരെ. അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട സമയമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേടിയെടുത്ത അമലുകൾ നിലനിർത്തുക. അതൊരു പ്രത്യേക സീസൺ വന്നപ്പോൾ ഞാൻ അങ്ങനെ പള്ളിയിൽ വന്നു പോയതാണ്. അത് സ്ഥിരമായിട്ടൊന്നും കഴിയൂല. എന്തൊരു ക്ഷമ പറയുന്നത് പോലെ ഇബ്ലീസിൻ്റെ അടുത്തേക്ക് നമ്മൾ ഒരിക്കലും നീങ്ങിപ്പോകാൻ പാടില്ല എന്നത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. പിന്നെ ചില ആൾക്കാർ നോമ്പ് കഴിഞ്ഞിട്ടില്ല. പെരുന്നാൾ കഴിഞ്ഞാൽ 6 നോമ്പ് തുടങ്ങുകയാണ്. ഞാൻ അറിയാം നോമ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞു 6 നോമ്പുണ്ട്. വൈശിഷ്ടമായ നോമ്പാണ്. നോമ്പിൻ്റെ മൊത്തം നോമ്പും 6 കൂട്ടിയാൽ വർഷം മുഴുവൻ നോമ്പ് ഒറ്റ കൂലി കിട്ടും. 6 നോമ്പ് ഫർളല്ല, സുപ്രധാനമായ സുന്നത്ത് നോമ്പാണ് 6 നോമ്പ്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, എല്ലാ മാസവും 13, 14, 15 ഉണ്ട്. മുഹറം നോമ്പ് 2 ഉണ്ട്, അറഫ നോമ്പുണ്ട്. നോമ്പ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നോമ്പിനോടുള്ള ഇഷ്ടം സുന്നത്ത് നോമ്പുകളിലൂടെ നമുക്ക് നിലനിർത്താൻ നമ്മുടെ വീട്ടിലൊരു ചർച്ച. നമ്മളെല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുത്താലോ? നമ്മൾ എന്തൊക്കെ കാര്യം വീട്ടിൽ ചർച്ച ചെയ്യും സഹോദരന്മാരെ? ഇതൊന്ന് ചർച്ച, സ്വർഗത്ത് പോകുന്ന കാര്യം ചർച്ച ചെയ്തൂടെ? അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോൾ. 26 എണ്ണം നമ്മൾ അനുഭവിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ബാങ്ക് കൊടുക്കാൻ നേരത്ത് ആ ഈത്തപ്പഴവും ഫ്രൂട്ട്സും വെള്ളമൊക്കെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താ? ഹറാമാണ്. 1 മിനിറ്റ് മുമ്പ് ഹറാമാണ്. ബാങ്കിൻ്റെ സമയമാകുന്നതോടുകൂടി ബിസ്മില്ലാ എന്ന് പറഞ്ഞ് ഈത്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ച് ദഹബല്ലമഉ, ദാഹം പോയി, വബ്തല്ലത്തിൽ ഉറൂഖു, നാടി നരമ്പുകൾ നനഞ്ഞു, വസബത്തൽ അജ്റു, പ്രതിഫലം ഉറച്ചു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. നമ്മൾ 26 ദിവസം ആ സന്തോഷം അനുഭവിച്ചു. അതാണ് പറഞ്ഞത്, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി. അടുത്തെന്താ? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. 2ാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. നോമ്പ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2ാമത്തെ സന്തോഷം സഹോദരാ നിനക്ക് കിട്ടുമോ? 2ാമത്തെ സന്തോഷം സഹോദരി നിനക്ക് കിട്ടുമോ? 1ാമത്തെ സന്തോഷം ഇന്ന് നോമ്പ് തുറന്നാൽ 27 പ്രാവശ്യം കിട്ടി. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. 2ാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. അതാർക്കാ കിട്ടുക സഹോദരങ്ങളെ?